ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് നമുക്കൊരു കോഴി വിശേഷമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നമ്മൾ അട വെച്ച എല്ലാ കുഞ്ഞുങ്ങളും മുട്ടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചൂട് വെള്ളം, നല്ല ചൂട് ചോറ്, അതുപോലത്തെ ചൂട് ഐറ്റംസാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു കോഴിക്ക്. തണുത്ത ഈ ഒരു ക്ലൈമറ്റിൽ തണുത്ത വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോഴിക്കും പ്രശ്നം വരും. അതുപോലെ തന്നെ മുട്ടയ്ക്ക് കറക്റ്റായിട്ട് ചൂടും കിട്ടത്തില്ല. അപ്പം നമ്മൾ 2 സെറ്റായിട്ടാണ് മുട്ട അട വെച്ചിരിക്കുന്നത്. രാവിലെ മറ്റുള്ള കോഴികളെയൊക്കെ തുറന്ന് വിടുന്ന സമയത്തിന് മുമ്പെയാണ് നമ്മൾ ഈ ഒരു കോഴികളെ നമ്മൾ തുറന്ന് വിട്ടിട്ടുള്ളത്. അതായത് ഈ ഒരു അടക്കോഴികൾക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ബാക്കിയുള്ള കോഴികളെ പോലെ തന്നെ ഇറങ്ങി നടക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ അകത്താണ് വെച്ച് കൊടുക്കുന്നത് മിക്കവാറും. ഇതിപ്പോൾ 2 പേരുള്ളത് കൊണ്ട് മാത്രം നമ്മൾ വെളിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട ചൂടുവെള്ളവും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ കോഴിക്ക് കുടിക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ളവർ കൂട്ടിൽ നിന്ന് നോക്കുവാണ് കേട്ടോ ഇവർക്ക് ആഹാരമൊക്കെ കൊടുക്കുന്നത്. അവരെ കൂടെ ഒത്തു തുറന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഈ ഒരു ബാക്കിയുള്ള കോഴികൾ ഇതിനെടുത്ത് കൊത്താൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഫുഡ് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളെ ഒത്തു തുറന്ന് വിടാത്തത് കേട്ടോ. കണ്ടോ, എല്ലാവരും നോയിക്കൊണ്ട് നിൽക്കുവാണ് ഇവരെയൊക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ അടവച്ച കോഴിക്കുഞ്ഞ് എന്ത് പരുവമായി, അപ്പോൾ അത് സേഫായിട്ടിരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾക്ക് റിക്വസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണിത്. ഏകദേശം അപ്പോൾ ഇത്രത്തോളം വളർന്നിട്ടുണ്ട് കേട്ടോ. കോഴികളെക്കുറിച്ചുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ നമ്മൾ അതിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരാണെങ്കിൽ അതും കൂടെ പോയി കാണണേ. നമ്മുടെ വീട്ടിലെ ഈ കോഴിക്കൂടെന്ന് പറയുന്നത് എല്ലാവരെയും അടച്ചിരിക്കുന്നതാണ് കേട്ടോ. എന്ന് പറയുമ്പം നമ്മളുടെ കോഴിക്കൂട് അത്ര സെറ്റപ്പൊന്നും അല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു കോഴിക്കൂടാണ്. തട്ടിക്കൂട്ടലാണ് കേട്ടോ ഇതെല്ലാം. നല്ല രീതിയിൽ ഒരു കോഴിക്കൂടൊക്കെ കെട്ടണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ പെട്ടിയിലും നമ്മൾ 11 മുട്ട വീതമാണ് കേട്ടോ വച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ 11 മുട്ട ഒന്നും വച്ചിട്ടില്ല. നമ്മൾ അതിന് മുമ്പൊക്കെ 7, 9 ഒക്കെയാണ് വയ്ക്കാറ് കേട്ടോ. അപ്പോൾ ഇന്നെന്തോ 11 വച്ചിട്ടുണ്ടായിരുന്നു. വിരിയോന്ന് ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത്ര കുഴപ്പമില്ലായിരുന്നു. ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവർ സ്വന്തമായിട്ടാണ് കൂട്ടിൽ കയറുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോഴത്തേക്കും 2 പേരും കൂട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. 2 പേരും കയറിയത് പിന്നെ അവർക്ക് കൂട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ എന്തെങ്കിലും മുട്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് കരുതി നമ്മൾ നോക്കാൻ പോകുമ്പോഴത്തേക്കും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അവരവിടെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവരെയൊക്കെ അടച്ച് ഒരു ഇതായപ്പോഴത്തേക്കാണ് ബാക്കിയുള്ളവരെ നമ്മൾ തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം നേരത്തെ കോഴികളാണെങ്കിൽ മിച്ചം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം. പിന്നെ ആ വെള്ളവും പിന്നെ കുറച്ച് ഫുഡും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം വിരിഞ്ഞിറങ്ങിയ 2 കുഞ്ഞുങ്ങൾക്കും നമ്മൾ ഫുഡ് കൊടുത്തു. ചില ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ കോഴികൾ ഫുഡ് കഴിച്ച ഉടനെ കൂട്ടിനകത്ത് കയറും. ചിലപ്പോഴാണെങ്കിൽ ഇതുപോലെ കാട്ടിനുള്ളിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഇതുപോലെ കുറച്ച് നേരമൊക്കെ മണ്ണിൽ ഇതുപോലെ ചിക്കഞ്ഞ് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ വരാറുള്ളൂ. അപ്പോൾ ഈ ഒരു അടക്കോഴികൾ നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ തുറന്ന് വിടത്തുള്ളൂ. അപ്പോൾ ഇത്രയും നേരം അവർ ആ ഒരു മുട്ടയുടെ പുറത്താണ് ഇരിക്കുന്നത്. അപ്പം തുറന്ന് വിടുന്ന നേരം അവർ നല്ല സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ മഴയും തണുപ്പും ഒക്കെ വന്നപ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു മുട്ടയെ പറ്റിയിട്ട്. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മളുടെ കൂടിൽ അത്രയ്ക്ക് സേഫല്ല. കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അവരാണെങ്കിൽ വീണ്ടും കൂട്ടിൽ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട വയ്ക്കുന്നതും അട വച്ചിരിക്കുന്നതും എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതാണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയാത്തത്. അപ്പോൾ ഗായ്സ്, ഇത് 20ാമത്തെ ദിവസമാണ് കേട്ടോ. നമുക്ക് എന്തായി വിശേഷങ്ങളെന്നൊക്കെ നോക്കാം. അപ്പോൾ മുട്ടകളൊക്കെ വിരിഞ്ഞോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ പോയി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കോഴിയെ പതുക്കെ ഒന്ന് പൊക്കി നോക്കി. അപ്പോഴത്തേക്കും വേറെ ആദ്യം മുട്ടകൾ മാത്രമാണ് കണ്ടത്. പിന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും നല്ല ക്യൂട്ടായിട്ടുള്ള 2-3 കുഞ്ഞുങ്ങളെയാണ് കേട്ടോ നമ്മൾ കണ്ടത്. ആ ഒരു മുട്ട പൊട്ടിയിരിക്കുന്ന ആ ഒരു കുഞ്ഞ് സൈഡ് നമ്മൾ നോക്കിയാൽ അറിയാം അതവരെ ചുണ്ടിൻ്റെ ഭാഗമായിരിക്കും. അവർക്ക് ഈ ഒരു ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു മുട്ട എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതിൽ വേറൊരു മാറ്റമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അടുത്ത് ശരിയാവുമെന്ന് കരുതി വീണ്ടും കോഴിയുടെ അടിയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ എടുത്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ വിരിഞ്ഞിറങ്ങിയത് ഈ ഒരു കുഞ്ഞാണെന്ന് തോന്നുന്നു. അത് നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിലെടുത്ത് കുറച്ച് നേരമൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് കണ്ടപ്പോഴത്തേക്കും എനിക്ക് അണ്ണാൻ കുഞ്ഞിനെയാണ് ഓർമ്മ വന്നത്, അതിൻ്റെ ദേഹത്തിൽ ആ ഒരു ഇത് കണ്ടിട്ട്. പിന്നെ നമുക്കൊരു കറുത്ത കുഞ്ചും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു കതവൊക്കെ അടച്ച് നമ്മൾ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വന്ന് നമ്മൾ നോക്കുവാണ് കേട്ടോ എന്തൊക്കെയാണ് വിശേഷമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നല്ല വെള്ള കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്കതും ഇങ്ങനെ മുട്ടയിൽ നിന്ന് പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ കണ്ട മുട്ടയും പിന്നെ വേറെ കുറച്ച് മുട്ടയൊക്കെ അതിനകത്ത് ഇരിക്കുന്നുണ്ട്.
ഒരു മുട്ടയിൽ കുഞ്ഞുണ്ട്, പക്ഷെ അതിന് ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല. പിന്നെ അതിന് അങ്ങനെ നമ്മൾ അമ്മയുടെ അടിയിലോട്ട് കൊണ്ട് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി കുഞ്ഞുങ്ങളൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയതിൽ ഒരു കുഞ്ഞാണെങ്കിൽ ഇതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് കഴുത്താൻ കുഞ്ഞായിരുന്നു, പിന്നെ വെള്ളക്കുഞ്ഞ്, കറുത്തത്, അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത് നമ്മൾ വേറൊരു മുട്ട എടുത്ത് നോക്കി. അപ്പോൾ അതിലാണെങ്കിൽ വേറെ മാറ്റമൊന്നും കണ്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും അവിടെ വച്ച് കൊടുത്തു. വേറൊരു മുട്ട എടുത്ത് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും അതിലാണെങ്കിൽ കുഞ്ഞുണ്ടായിരുന്നു, പക്ഷെ അതിന് ഇറങ്ങി വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് പൊളിച്ച് വെച്ചിട്ട് നമ്മൾ കോഴിയുടെ അടിയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കോഴിക്ക് അത്രത്തോളം ചൂടൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും കേട്ടോ ഇങ്ങനെ. കുറേ ദിവസമായി ഇപ്പോൾ കുഞ്ഞിനെയൊക്കെ കണ്ടിട്ട്. നമ്മൾ അടുത്ത കൂട്ടിൽ പോയി നോക്കുമ്പോഴത്തേക്കും 2 കുഞ്ഞുങ്ങൾ വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മുട്ടയിൽ നിന്ന് വിരിഞ്ഞതിന് ശേഷം 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ വെളിയിൽ ഇറക്കാൻ പാടുള്ളൂ. അതുവരെ ആ ഒരു അമ്മയുടെ ചൂടിൽ നിന്നിട്ട് അവരെ ഒട്ടിയ ഈ ഒരു തൂവലൊക്കെ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് വരും. അങ്ങനെ കുറച്ച് നേരം അവരുടെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുവാണ് നമ്മൾ. അപ്പം കുറേ കുഞ്ഞുങ്ങളുടെ കണ്ണിലൊക്കെ ഇതുപോലെ ഐനിലർ വെച്ച് എഴുതിയിരിക്കുന്നത് പോലെ നല്ല മനോഹരമായിട്ട് ഉണ്ടായിരുന്നു. അവരെ കാണാൻ തന്നെ പ്രത്യേകിച്ച് നല്ല രസമാണ്. നമ്മൾ കുറച്ച് നേരം ശ്രദ്ധിച്ചപ്പോഴാണ് ആ ഒരു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെ എന്തൊക്കെയോ തറയിൽ കൊത്തി തിന്നാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവരെ കൊണ്ട് പറ്റുന്നില്ല. കാരണം അവരുടെ ചുണ്ടിൽ ഇതുപോലെ ഒരു സാധനമുണ്ട്, അത് ഇളക്കി കൊടുത്താൽ മാത്രമേ അവർക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവർ എണ്ണത്തിൽ കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞു കൂടിൽ അധികം നേരം അങ്ങ് ഇട്ടിരുന്നില്ല. അപ്പോൾ അവരുടെ ചുണ്ടിൽ ആ ഒരു സാധനമൊക്കെ ഇളക്കിയിട്ട് നമ്മൾ അമ്മ കോഴിയുടെ കൂടെ തന്നെ കുറച്ച് നേരം അവരെ ഇട്ടു. അപ്പോൾ അവർ അവിടെ കൂട്ടിനുള്ളിൽ ചിക്കിയാനും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കഴിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മിക്കവാറും നമ്മൾ കൊടുക്കുന്നത് പൊടിത്തീറ്റയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഷോപ്പിൽ മേടിക്കാനായിട്ട് പോയപ്പോഴത്തേക്കും ആ ഒരു കടയിൽ പൊടിത്തീറ്റ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വലിയ തീറ്റയാണ് വാങ്ങിച്ചത്. അപ്പോൾ ആ ഒരു വലിയ തീറ്റ വെച്ച് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഇത്തിരി ചെറിയ തരികളായിട്ടുള്ള തീറ്റ മാത്രം തിരഞ്ഞെടുത്തു. അപ്പോൾ അത് മാത്രം നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് അവർക്ക് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് അവർ ഇതുപോലത്തെ ആഹാരം കഴിക്കുന്നത്, മുട്ടയിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പം ചെറിയ ചൂടുള്ള വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലർത്തിയിട്ടാണ്, ആ ഒരു വെള്ളമാണ് നമ്മൾ ആ ഒരു തീറ്റയിൽ ഒഴിച്ചു കൊടുത്തത്. അത്യാവശ്യം വലിയതായിട്ടുള്ള നല്ല സേഫ് ആയിട്ടുള്ള ഈ ഒരു കൂട്ടിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ അടയ്ക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം ഇവിടെയാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല മണ്ണുകൊണ്ട് അവർക്ക് ഇച്ചിരി ചികയാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ താഴത്തെ കൂട്ടിലാണ് വിട്ടിട്ടുള്ളത്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും നേരത്തെ നമ്മൾ അടവച്ചിരിക്കുന്ന കോഴിയുടെ കാര്യം എന്തായെന്ന്. അതിന് വിരിയാൻ ടൈം ആയിട്ടില്ല. അപ്പോൾ അത് വിരിയുന്നതിൻ്റെ അപ്ഡേറ്റിംഗ് വീഡിയോ ഞാൻ വേറെ ഇടുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ അമ്മയും മക്കളും നല്ല സുഖമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വല്ല കോഴികളുടെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. കൂടാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.